ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അതിനുള്ളൊരു അവസരം ലഭിക്കാത്തതിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. പലതവണ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയെ ചേസ് ചെയ്തിരിക്കാം. ഒരുപാട് ആക്ഷൻസ് നിങ്ങളായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ ആ സമയത്തെല്ലാം അവര് നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരെ ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ ജോബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്കോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ അവർക്ക് ഒരുപാട് നിങ്ങളോട് ഒരു അസൂയ തോന്നുകയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവർക്ക് ഒരുപാട് സങ്കടം തോന്നുകയാണ്. നിങ്ങൾ ഒരുപാട് ആക്റ്റീവായിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് യാതൊരു സങ്കടവും ഇല്ല എന്നെല്ലാം അവർക്കിപ്പോൾ ഫീൽ ചെയ്യാണ്. അവരെ നഷ്ടപ്പെട്ടതിൽ നിങ്ങൾക്ക് സങ്കടമില്ല എന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. മീൻസ് ഒരുപാട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് അവർ ആങ്ഷ്യസ് ആണ്. ഒരുപാട് ഉത്കണ്ഠപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾ അവരുടെ ലൈഫിൽ തിരികെ ലഭിക്കുകയില്ലേ, നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുകയില്ല എന്നെല്ലാം ഉള്ളൊരു ഉത്കണ്ഠ അവർക്കുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, അവർ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ നിങ്ങളിൽ നിന്നും ഒത്തിരി അകലങ്ങളിലായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടിയും അവർക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണമെന്നും നിങ്ങളെ നേരിട്ട് കണ്ട് പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, അവർക്ക് ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷൻ ആണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. ഇത്രയും നാളും അവരായിട്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ ആ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നത് സ്റ്റോപ്പ് ആക്കിയത്, ആ ഒരു നിമിഷം മുതൽ അവർക്ക് ഒരുപാട് ഈ റിലേഷൻഷിപ്പ് അവർക്ക് നഷ്ടമാകുമോ എന്നുള്ളൊരു ഫീലിങ്സ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുന്ന കാര്യം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതിന്റെ പേരിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. യെസ്, നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മേ ബി അത് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആയിരിക്കാം വളരെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയത്. ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കണം. പക്ഷെ ഇപ്പോ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ, ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഡിസിഷൻസ് എടുക്കണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ഒരുപാട് തവണ ചിന്തിക്കുന്നുണ്ട്. പലതവണ അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ഡിലീറ്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കോൾ ചെയ്യാനായിട്ട് എടുത്തിട്ട് അവർ കട്ടാക്കുന്നുണ്ട്. അവർക്ക് എന്തോ ചില പ്രോബ്ലംസ് അവരുടെ മനസ്സിലുണ്ട്. അത് നിങ്ങളോട് പറയണമെന്നും നിങ്ങളെ അറിയിക്കണമെന്നും അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് എന്തൊക്കെയോ ചില ലിമിറ്റിംഗ് ബിലീഫ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. യെസ്, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ തന്നെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷൻ ഉള്ളത്. മേ ബി അവർക്ക് അതൊരു ഒരു കോംപ്ലക്സ് പോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനും കഴിയുന്നില്ല. നിങ്ങളോട് പറയാനും പറയാതിരിക്കാനും കഴിയാത്ത ഒരു സിറ്റുവേഷനാണ്. അത്രയധികം ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് അവരിപ്പോൾ ഉള്ളത്. അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് കാണപ്പെടുന്നു. മേ ബി നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവാം. പക്ഷെ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യാണ്ട് കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു ടോട്ടൽ കൺഫ്യൂഷൻ ആണ്.
നിങ്ങൾ ഇനി അവരെ ഉപേക്ഷിച്ചതാണോ? നിങ്ങൾ അവരിലേക്ക് തിരികെ വരാനായിട്ട് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെയുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് അവർക്കിപ്പോൾ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ. യെസ്. അവരുടെ ലൈഫില് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് പോലെ ഒരു നെഗറ്റിവിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ലിമിറ്റിംഗ് ബിലീഫ് അവരുടെ മനസ്സിലുണ്ട്. ഒരു റീബർത്ത് ഉണ്ടാവണം. ഈ കാര്യങ്ങളെല്ലാം എൻഡ് ആയതിനു ശേഷം ഒന്നുകൂടി ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ആ ഒരു നെഗറ്റിവിറ്റി ലൈഫിൽ നിന്ന് എൻഡ് ആവണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. അവരായിട്ട് തന്നെ ഒരുപാട് തവണ ശ്രമിച്ചിട്ട് പോലും ഈ ഒരു ചിന്താ വലയത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഓക്കെ. യെസ്. നിങ്ങൾ തന്ന സ്നേഹത്തിന് പകരം വെക്കാനായിട്ട് അവരുടെ ലൈഫിൽ മറ്റൊന്നും ഉള്ളതായിട്ട് അവർക്ക് തോന്നുന്നില്ല. അവർക്കൊരിക്കലും ഈ സ്നേഹം അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ലൈഫിലുള്ള ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ, ഇൻഫിനിറ്റ് ബോണ്ടിങ് ആണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്നവർക്ക് മനസ്സിലാവുന്ന ഒരു സമയമാണ്. അവരുടെ സന്തോഷം, അവരുടെ ജീവിതം എല്ലാം നിങ്ങളാണ് എന്നവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൊമെന്റിൽ അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകളിൽ മാത്രമാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒബ്സ്റ്റാക്കിൾസ് ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകണമെന്നും അവര് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ. യു ആർ മൈ കൗണ്ടർ പാർട്ട്. ഓക്കെ. അവരുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ശക്തമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം. അതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം അവർക്ക് ഉണ്ടാവാം. എവറി സോങ് റിമൈൻഡ്സ് മീ അബൌട്ട് യു. ഓക്കെ. അവർ ഒരുപാട് സോങ്സ് ഈ ഒരു സമയത്ത് കേൾക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ മ്യൂസിക്കുമായിട്ട് റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം. അവർ കേൾക്കുന്ന ഓരോ പാട്ടുകളും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് യു ആർ ഓൾവേസ് ഇൻ മൈ ഹാർട്ട്. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളുണ്ട് എന്നവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഓക്കെ. സോറി. ഐ മിസ് യു, ഐ മിസ് യു, ഐ മിസ് യു. ഓക്കെ. നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൊമെന്റിൽ അവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എപ്പോഴും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം അവർ നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്.